തൃശൂർ എരുമപ്പെട്ടിൽ കനത്ത മഴയിൽ 2 വീടുകൾ തകർന്നു. പാണം വീട്ടിൽ മതീശന്റെ വീടാണ് തകർന്നത്. പള്ളിക്കുന്ന് സ്വദേശി മണികണ്ഠന്റെ വീടിന്റെ പുറകുവശം മഴയിൽ ഇടിഞ്ഞു താഴ്ന്നു. വീടിനോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തിയും തകർന്നു. വിവരങ്ങൾ നൽകാൻ ലിവിൻ കെ വിജയനുണ്ട്. ലിവിൻ, മഴയ്ക്ക് നേരെ ശമനം വിവിധ ഉണ്ടെങ്കിലും തൃശൂരിൽ കനത്ത മഴ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്തത്. ഈ സംഭവം 2 സംഭവം എപ്പോഴാണ് ഉണ്ടായത്? വീട്ടിൽ ആളുണ്ടായിരുന്ന സമയത്ത്? അരുണ്യ, ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് അപകടം ഉണ്ടാകുന്നത്. വീടുകൾ തകർന്നു വീഴുന്നതും ഒരേ സമയത്ത് തന്നെയാണ് എന്നുള്ളതാണ് പ്രത്യേകമായി പറയേണ്ടത്. 5 മണിയോടുകൂടി കനത്ത മഴയായിരുന്നു ഈ പ്രദേശങ്ങളിലാകെ ഉണ്ടായിരുന്നത്. എരുമപ്പെട്ടി ആറ്റത്രയിൽ പാണൻ വീട്ടിൽ മതീശൻ, രജനി എന്നിവരുടെ ഓടിട്ട വീടാണ് പൂർണ്ണമായും തകർന്നു വീണത്. ആളപായം ഉണ്ടായില്ല. ഈ സമയത്ത് വീട്ടിൽ ആളില്ലാതിരുന്നത് ഭാഗ്യമായി മാറിയെന്ന് വേണമെങ്കിൽ പറയാം. നിർധന കുടുംബം താമസിക്കുന്ന വീട് കാലപ്പഴക്കത്താൽ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലായിരുന്നു. ഇതേ തുടർന്നാണ് ഇത് നിലംപൊത്തിയത് എന്നുള്ളതാണ് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ പറയുന്നത്. പള്ളിക്കുന്ന് സ്വദേശിയായ മണികണ്ഠന്റെ വീടും കനത്ത മഴയിൽ കേടുപാട് ഉണ്ടായിട്ടുണ്ട്. വീടിനോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതോടുകൂടി ഒരു വശം ഇടിഞ്ഞു താഴുകയായിരുന്നു. വീടിന് ഭാഗികമായി തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ വീട്ടുകാരടക്കമുള്ളവരെ മറ്റൊരു സുരക്ഷിത സ്ഥാനത്തേക്ക് വില്ലേജ് അധികൃതർ തന്നെ ഇടപെട്ട് മാറ്റിയിട്ടുണ്ട്. ഏതായാലും കനത്ത മഴ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപകമായി നാശനഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് 2 വീടുകൾ കൂടി തകർന്നു വീണിട്ടുള്ളത്. ഇതിനോടകം തന്നെ ജില്ലയിൽ 20-ലധികം വീടുകൾ ഈ വർഷകാലത്ത് തന്നെ തകർന്നു വീഴുകയും ചെയ്തിട്ടുണ്ട്. അരുണ്യ.